മേൽക്കൂര സൗരോർജ്ജ പദ്ധതികളുടെ നടപ്പാക്കലിൽ രാജ്യത്ത് മികച്ച പ്രകടനം നടത്തിയതിനുള്ള കേന്ദ്ര പുരസ്കാരം നേടിയതിന്റെ നിറവിലാണ് പവർജീൻ സോളർ പ്രൈവറ്റ് ലിമിറ്റഡ്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി സൗത്ത് ഇന്ത്യൻ റണ്ണറപ്പ് പുരസ്കാരമാണ് കമ്പനിയെ തേടിയെത്തിയത്. റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷനിൽ സൗത്ത് ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്കാണ് പവർജീൻ സോളാറിന്റെ വളർച്ച. കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് PM സൂര്യഘർ പദ്ധതിയിലെ ദേശീയ പുരസ്കാരം. ദില്ലിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഊർജ്ജമന്ത്രിയിൽ നിന്ന് 2026 മെയ് മാസത്തെ മന്ത് ഓഫ് സോളാർ പുരസ്കാരം ചെയർമാൻ SV ജയകൃഷ്ണൻ, MD ശങ്കർ ജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഓരോ ഉപഭോക്താവിനെയും ഊർജ്ജോൽപാദകനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പവർജീൻ കമ്പനിയുടെ യാത്ര. നിലവിൽ സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരിട്ട് KSEB ഗ്രിഡിലേക്ക് നൽകുകയാണ്. ഇത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് സ്റ്റോറേജിലേക്ക് മാറ്റാൻ കഴിയുന്ന മികച്ച കപ്പാസിറ്റിയുള്ള ബാറ്ററി വിപണിയിലെത്തിക്കുകയാണ് കമ്പനിയുടെ അടുത്ത ലക്ഷ്യം. ഇതിന് വലിയൊരു പ്രസക്തി വന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ 2027 മാർച്ച് 31 സ്കീം അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സബ്സിഡി ഉണ്ടാവില്ല. പക്ഷെ 2027 സബ്സിഡി നിർത്തുന്നു എന്നതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. അവിടെ തൊട്ടാണ് ഇതൊരു ബിസിനസ് എന്ന ലെവലിലേക്ക് വൻതോതിൽ വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് ഓഫീസുകളുണ്ട്. വലിയ തോതിൽ നമ്മൾ വികസനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗുണമേന്മയുള്ള സേവനങ്ങൾ തുടരുന്നതിനും ശുദ്ധ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ സംഭാവനകൾ നൽകുന്നതിനും പവർജീൻ സോളാർ പ്രതിജ്ഞാബദ്ധരാണെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.